ഹലോ, എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് സ്വാഗതം. ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിൽ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് സേമിയ ഉപ്മാവാണ് കേട്ടോ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വർക്കിംഗ് പീപ്പിളിനായിരുന്നാലും കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ നേരമൊക്കെ അവർക്ക് വളരെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. കാരണം അത് ആ നൂഡിൽസിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ ഇരിക്കുന്നുണ്ട്, അവർക്കത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതിനകത്ത് മുട്ടയും വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്തും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്നത് ബേസിക് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിച്ച പാക്കറ്റ് കിട്ടിയ റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയയാണ്. ഒരുപക്ഷെ റോസ്റ്റഡ് അല്ല നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മളൊരു പാത്രത്തിലോട്ട് കടുക് വറുത്തതിന് ശേഷം 200 ഗ്രാം സേമിയയ്ക്ക് 350 മില്ലി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് ആ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഈ സേമിയയുടെ ടെക്സ്ചർ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ കണക്ക് മാറും കേട്ടോ. ചില സേമിയയ്ക്ക് വേവാൻ കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും, ചിലതിന് കുറച്ച് മതിയാവും, അങ്ങനെ ഉണ്ടാവും. അത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ സേമിയ മൊത്തം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. തീ ഒരുപാട് വലുതായിട്ട് കൂട്ടണ്ട കേട്ടോ, മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റിനകത്ത് വെച്ച് തന്നെ ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് നമുക്ക് സേമിയ നല്ല കറക്റ്റ് വേവിന് കിട്ടും. നല്ലതുപോലെ ഉതിരുതിരായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യമുള്ളത്, ഞാൻ എടുത്തിരുന്ന സേമിയയ്ക്ക് ഈ ഒരു 200 ഗ്രാം സേമിയയ്ക്ക് 350 മില്ലി വെള്ളം കണക്കായിരുന്നു. പിന്നെ ബ്രാൻഡിനനുസരിച്ച് കുറച്ച് വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മാറ്റം വരാം കേട്ടോ. ഇനി നമുക്ക് അല്പം തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്താൽ. ചിലർക്ക് തേങ്ങ വേണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകിയത് ഇടേണ്ട കാര്യമില്ല. പക്ഷേ തേങ്ങ ചിരകിയത് ഇടുന്നത് ടേസ്റ്റുമാണ്, നമുക്ക് എളുപ്പമാണ് പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കി കഴിക്കാൻ. ഇത് സിമ്പിളായിട്ടും നല്ല ടേസ്റ്റായിട്ടും ഉള്ള ഒരു ഡിഷാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇതുപോലൊരു സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇനിയും ഉടനെ വരാം കേട്ടോ. ബൈ.